ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദിവസം മുഴുവനും ഒരുപക്ഷെ നമുക്ക് ആഗ്രഹിച്ചതുപോലെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഇന്ന് ഒത്തിരി കാര്യങ്ങൾ തുടങ്ങണം, ഒത്തിരി പുതിയ കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ ഈ സമയം വരെ അതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. നാം ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ പലവിധ തടസ്സങ്ങൾ വന്നു. ആത്മീയമായ തടസ്സങ്ങൾ, മറ്റ് ചിന്തകൾ, തടസ്സങ്ങളെല്ലാം വന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിങ്ങൾ എങ്കിൽ ഈ രാത്രിയിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് ചെയ്യാനൊരു ആഗ്രഹം തോന്നിയല്ലോ, അത് തന്നെ ദൈവത്തിൻ്റെ കൃപയാണ്. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ തുടങ്ങണം, പുതിയ കാര്യങ്ങൾ തുടങ്ങണം, ചെയ്യണം എന്നെല്ലാം ആഗ്രഹം വന്നത് തന്നെ അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് കാണുക. താമസം നേരിട്ടാലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിൻ്റെ ശക്തി സ്വീകരിച്ച് അത് ചെയ്യുക. അതിന് യാതൊന്നും ഒരു തടസ്സമായി നിങ്ങൾ കരുതരുത്. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്, നല്ല ഒരു മനസ്സുണ്ട്. എന്നാൽ സാഹചര്യങ്ങൾ എല്ലാം ഒത്തുവരും. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഈ രാത്രിയിൽ കർത്താവ് അരുളി ചെയ്യുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അതിനാൽ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനായി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അവൻ നമ്മെ കൊണ്ട് ചെയ്യിക്കും. അതിനാൽ ഇന്ന് വരെ വന്നുപോയ നഷ്ടങ്ങളെയോ നാം പാഴാക്കിക്കളഞ്ഞ സമയങ്ങളെയോ നാം നഷ്ടപ്പെടുത്തിയ, നാം വെറുതെ കളഞ്ഞ നമ്മുടെ കഴിവുകളെ, ഫലപ്രദമാകാത്ത അവസരങ്ങളെ, ഇവയെ ഓർത്ത് ഈ രാത്രിയിൽ നമുക്ക് കർത്താവിനോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. വീണ്ടും ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കഴിഞ്ഞു പോയ നഷ്ടങ്ങളെല്ലാം ഇനി വരാൻ പോകുന്ന ലാഭങ്ങളായി കർത്താവ് മാറ്റും. ഇനി ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളുടെ അടിസ്ഥാനമായി ഇതിനെ കണ്ടിട്ട് കൂടുതൽ ശക്തിയോടെ പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തിപ്പെടുക, കൂടുതൽ ആഴത്തിൽ ദൈവമായുള്ള ബന്ധം സ്ഥാപിക്കുക. അപ്പോൾ നിന്റെ ഉള്ളിലുള്ള ദൈവം നിന്നെ ശക്തിപ്പെടുത്തും. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. അതിനാൽ ഇനി മുതൽ നീ ഭാരപ്പെടേണ്ട, നിനക്കെല്ലാം ചെയ്യാൻ സാധിക്കും. നിന്റെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു തരും. നിനക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. നീ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് ദുഃഖഭാരത്തിൽ കഴിയാതെ ഇനി വരാൻ പോകുന്ന നല്ല കാര്യങ്ങളെ ചെയ്യുന്നതിനുള്ള അടിസ്ഥാനമായി ഇതിനെ കണ്ട് കൂടുതൽ ശക്തിയോടെ നിനക്ക് പ്രവർത്തിക്കാം, നിനക്ക് ചിന്തിക്കാം, നിനക്ക് സംസാരിക്കാം. കഴിഞ്ഞു പോയ തെറ്റുകളെ ഓർത്ത് പശ്ചാത്താപത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വീണ്ടും ഒരു നല്ല തുടക്കത്തിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവിടുന്ന് നിനക്ക് നൽകും. നിന്റെ ജീവിതം ഒരു വലിയ അനുഗ്രഹമായി മാറും. നിന്റെ ജീവിതം നേട്ടങ്ങളുടെ സമൃദ്ധിയായി മാറും. അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് നിന്നിൽ ചെയ്യും. നിന്റെ പ്രയത്നങ്ങളെല്ലാം കർത്താവിൽ ഫലമണിയും. അതിനാൽ ഇന്നുവരെ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ, നഷ്ടപ്പെടുത്തിയ കഴിവുകളെ, ആരോഗ്യത്തെ എല്ലാം ഓർത്ത് കർത്താവെ, ഇനി ഉള്ള എൻ്റെ ഈ ജീവിതത്തിൽ ഒന്നും തന്നെ നീ നൽകിയ കഴിവുകൾ നഷ്ടപ്പെടുത്താതെ എല്ലാം ഉപയോഗപ്രദമാക്കാൻ എനിക്ക് ശക്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ദൈവാത്മാവിനാൽ നാം നയിക്കപ്പെടുന്നതിന് വേണ്ടി നാം ദൈവമക്കളുടെ പട്ടികയിലേക്ക് ഉയരാനായി നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം ദൈവത്തെ നാം എങ്ങനെയാണ് കാണുന്നത്? പിതാവായിട്ടാണോ അതോ ഒരു വിധികർത്താവായിട്ടാണോ? എന്താണ് ദൈവത്തെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം? കർത്താവ് പറയുന്നു, ആബാ പിതാവേ എന്ന് യേശു വിളിച്ചത് നമ്മെ അങ്ങനെ വിളിപ്പിക്കാൻ നമ്മെ പരിശീലിപ്പിക്കുകയായിരുന്നു. അതിനാൽ ഇന്ന് മുതൽ
പിതാവായ ദൈവം നമ്മുടെ ആബാ പിതാവാകാൻ സ്വർഗീയ പിതാവ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഉടയവനാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ, യാത്രകളെ എല്ലാം സമർപ്പിച്ച് ഈ രാത്രിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങളോട് കൂടെ നിന്ന് ഞങ്ങളെ വഴി നടത്തി ഞങ്ങളെ സംരക്ഷിച്ച് കാത്തു പരിപാലിച്ചതിനെ ഓർത്ത്, നിന്റെ വലിയ നന്മകളെ ഓർത്ത്, കൃപകളെ ഓർത്ത്, അപ്പൻ്റെ വാത്സല്യത്തെ ഓർത്ത് ഞങ്ങൾ ഈ രാത്രിയിൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് പല ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കഴിവുകളെ കൂടുതൽ ഫലവത്താക്കി മാറ്റണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങളുടെ ഇന്ന് വരെ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ഇന്ന് വീണ്ടും അത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. കർത്താവേ, കൂടുതൽ ഫലപ്രദമായ ജീവിതം ഇന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. എന്നാൽ ഈ സമയം ആയപ്പോഴേക്കും ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന ഒരു തോന്നൽ ഞങ്ങളെ അലട്ടുന്നു. കർത്താവേ, ഇന്ന് നീ നൽകിയ കഴിവുകളെ, അവസരങ്ങളെ വേണ്ടും വിധം ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഞങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ ഉടനീളം ഇത് സംഭവിച്ചു പോരുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഒപ്പം എല്ലാ പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് ചെയ്യാൻ ആഗ്രഹിച്ച നന്മകൾ ദൈവാത്മാവിനോട് ചേർന്ന് നിന്ന് ചെയ്ത് തീർക്കുവാൻ ഇനിയുള്ള ഈ ഹ്രസ്വമായ ഞങ്ങളുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ കർത്താവെ, കുറ്റബോധത്തോടെ ഉറങ്ങാതെ എല്ലാം നല്ലതിനു വേണ്ടി മാറ്റി തീർക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും ദൈവം സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന ആത്മവിശ്വാസത്തോടെ ഇപ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ച ഈ നഷ്ടങ്ങളെയും ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെയും കഴിവുകളെയും ഓർത്ത് ദുഃഖിക്കാതെ വീണ്ടും ഉയർന്ന കാര്യങ്ങൾ ചെയ്യാൻ, മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ, ഇനിയുള്ള അവസരങ്ങൾ ഉപയോഗിക്കാൻ, കഴിവുകൾ ഉപയോഗിക്കാൻ ഇത് ഒരു അടിസ്ഥാനമാക്കി, ഇതൊരു അനുഭവമാക്കി മാറ്റാൻ, ഇതൊരു പ്രചോദനമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ പിതാവായി കാണുന്നു. അങ്ങയുടെ മക്കളാകാൻ ഞങ്ങളെ അവകാശപ്പെടുത്തിയ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ ഞങ്ങൾ അങ്ങയെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നു. പിതാവിൻ്റെ സകല വാത്സല്യങ്ങളും സകല നന്മകളും സകല സ്നേഹവും നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ അങ്ങയുടെ പുത്രരാകാനുള്ള വിളി പലപ്പോഴും ഞങ്ങൾ നഷ്ടപ്പെടുത്തി. ഞങ്ങൾക്ക് ആ അവകാശങ്ങളെ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് ഓർത്ത് ഞങ്ങൾ ഈ രാത്രിയിൽ പശ്ചാത്തപിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. എന്നാൽ പിതാവായ ദൈവമേ, നീ ഞങ്ങളുടെ സ്നേഹപിതാവാണ്. നീ ഞങ്ങളെ ഒത്തിരി കരുതുന്ന, വാത്സല്യത്തോടെ കാണുന്ന കർത്താവാണ്. മക്കളായ ഞങ്ങൾക്കുള്ള നഷ്ടങ്ങളെ, ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെയും നേട്ടങ്ങളെയും എല്ലാം വീണ്ടും
പിതാവായ അങ്ങയ്ക്ക് കൂടുതൽ ഞങ്ങൾക്ക് നൽകാൻ സാധിക്കും? ഈ ലോകം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച അങ്ങയ്ക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനി ഇതുപോലെ ഒരു ലോകം കൂടി വേണമെങ്കിലും, ഇതുപോലെ ഒരു 100 ലോകം കൂടി വേണമെങ്കിലും നിനക്ക് ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കാൻ ശക്തനായ പിതാവാണ് അങ്ങ്. സ്നേഹവാത്സല്യവാനായ പിതാവാണ് അങ്ങ്. അതിനാൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വീണ്ടും നിന്നിൽ നിന്ന് അകറ്റുന്ന, ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ദുരാത്മാവിനെ അല്ല നീ ഞങ്ങൾക്ക് നൽകിയത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ ഞങ്ങൾ എന്തിന് ഇനി ഭയപ്പെടണം? എന്തെന്നാൽ പിതാവായ ദൈവമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, ഞങ്ങളുടെ തന്നെ അപ്പൻ, ഞങ്ങളെ സ്നേഹിക്കുന്ന, കരുതുന്ന, ഞങ്ങളെ സ്നേഹത്തോടെ ശിക്ഷിക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന, ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന, ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പിതാവായ ദൈവമാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. അതിനാൽ പിതാവായ ദൈവമേ, നിന്റെ മക്കളാകാൻ വിളിക്കപ്പെട്ടവരായ ഞങ്ങൾക്ക് നിന്റെ അവകാശങ്ങളെ ഞങ്ങൾക്ക് പുനഃസ്ഥാപിച്ചു തരണമേ. ഇന്ന് ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ദുഃഖത്തിനും കാരണം നിന്നിൽ നിന്ന് അകന്നുപോയ ഭയത്തിൻ്റെ ദുരാത്മാവ് കാരണമാണ്. അതിനാൽ ഇനി മുതൽ ഞങ്ങൾ ഭയപ്പെടില്ല. ഞങ്ങൾ എന്തിനെ ഓർത്ത് ഭയപ്പെട്ടോ ആ ഭയത്തെ ഈശോയെ ഇപ്പോൾ നീ സുഖപ്പെടുത്തണമേ. അതിൻ്റെ മൂല കാരണത്തെ നീ ഇപ്പോൾ സുഖപ്പെടുത്തണമേ. ആന്തരിക സൗഖ്യം നൽകി ഒരു പിതാവിൻ്റെ സ്നേഹം അറിഞ്ഞിട്ടില്ലാത്ത ഞങ്ങൾ ഇന്ന് രാത്രിയിൽ നിന്റെ പിതാവായ ദൈവത്തിൻ്റെ, ഞങ്ങളുടെ തന്നെ സ്വന്തം പിതാവെന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകിയ ആബാ പിതാവിൻ്റെ മക്കളാകാനുള്ള കഴിവ് നൽകിയ കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് മക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഈ രാത്രിയിൽ നിന്റെ ശക്തി ഞങ്ങളിലേക്ക് അയക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് ശക്തി തരണമേ. ഞങ്ങൾ ഇനി അനാഥരല്ല. ഞങ്ങൾക്ക് ഒരു പിതാവുണ്ട്, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ കരുതുന്ന, ഞങ്ങളുടെ നഷ്ടങ്ങളെ നികത്താൻ ശക്തനായ, ഞങ്ങളുടെ അബദ്ധങ്ങളെ നന്മയാക്കി മാറ്റാൻ ശക്തനായ ഒരു പിതാവ് ഞങ്ങൾക്ക് ദൈവമായുണ്ട്. ഞങ്ങളുടെ ദൈവമായ പിതാവ്, ഞങ്ങളുടെ കർത്താവായ ദൈവം ഞങ്ങളുടെ സ്വന്തം പിതാവാണ് എന്ന ബോധ്യത്തോടെ ഈ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും മോചനം നൽകി ഈ രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ രാത്രിയിൽ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച് ഒരു നല്ല പിതാവിൻ്റെ നല്ല മക്കളായിത്തീരാൻ ഞങ്ങളുടെ അന്തരംഗത്തെ നീ മാറ്റം വരുത്തണമേ. ഞങ്ങൾക്ക് രൂപാന്തരീകരണം നൽകി ഞങ്ങളുടെ ജീവിതത്തെ അടിമുടി നീ മാറ്റിമറിച്ച് ഒരു പുതിയ സൃഷ്ടിയായി, ഈശോയുടെ കൂട്ടവകാശികളായി ഞങ്ങളെയും നീ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സഹനങ്ങൾ ഓരോന്നും നാളത്തെ ഞങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള അടിസ്ഥാനമായി ഇന്ന് കാണാൻ ഞങ്ങൾക്ക് ആന്തരിക ശക്തി നൽകി, ധൈര്യം നൽകി, സകലത്തെയും അതിജീവിക്കാം എന്ന ബോധ്യത്തോടെ സ്നേഹവാത്സല്യവാനായ സ്വർഗീയ പിതാവിൻ്റെ വാത്സല്യം അനുഭവിച്ച്, അനന്തമായ സ്നേഹം അനുഭവിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ പിതാവേ, അങ്ങയുടെ പരിശുദ്ധ വാത്സല്യം, സ്നേഹം അനുഭവിക്കുവാനും കൂടുതൽ നിന്നെ സ്നേഹിക്കുവാനും ഞങ്ങളുടെ ഹൃദയത്തെ നീ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരോടെങ്കിലും വെറുപ്പ് അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട് എങ്കിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ, വേരുപാകിയിട്ടുണ്ട് എങ്കിൽ, പിതാവായ ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ഞങ്ങൾ അവരോട് പൂർണ്ണമായും ക്ഷമിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു, അവരെ അനുഗ്രഹിക്കുന്നു. ഈ രാത്രിയിൽ നിന്റെ പൂർണ്ണ സ്നേഹം അനുഭവിച്ച് ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകമായി പിതാവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ കരുണ തോന്നി ഞങ്ങളെ അങ്ങയുടെ മാറോട് ചേർത്ത് അങ്ങയുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച് ഞങ്ങൾക്ക് ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും ഹൃദയത്തിനും ഇന്ദ്രിയങ്ങൾക്കും പൂർണ്ണ സൗഖ്യം നൽകി
സമാധാനപരമായ ഒരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ നീ കാണണമേ. നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ നീ കാണണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുമ്പോൾ പിതാവേ, നിന്റെ സന്തോഷം എത്ര അധികമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മക്കളായ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് തരുന്ന സ്നേഹവാനായ പിതാവേ, നീ ഞങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായി ഞങ്ങൾക്കൊരു പുതിയ ജീവിതം ഞങ്ങൾക്ക് നൽകി, ഒരു പുതിയ, ഇന്ന് വരെ ഇല്ലാത്ത ഒരു പുതിയ ദൈവിക അനുഭവം ഈ രാത്രിയിൽ തന്നെ നൽകി ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം കൂടുതൽ നന്മയുടെ ജീവിതമാക്കി മാറ്റാൻ ശക്തിയും ധൈര്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ പിതാവേ, ഞങ്ങൾക്കുള്ളതെല്ലാം, ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ, മക്കളെ, ചെറുമക്കളെ, ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങളെ, ഞങ്ങളെ വേദനിപ്പിച്ചവരെ, ഞങ്ങളെ ഉപദ്രവിച്ചവരെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഒപ്പം ചെറുതോ വലുതോ ആയ ഏതെങ്കിലും സഹായം ഇന്ന് വരെ ഞങ്ങൾക്ക് നൽകിയ ആരെങ്കിലും ഈ ലോകത്തിൻ്റെ എവിടെയായാലും അവരെ എല്ലാം ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിച്ചവരോ ഞങ്ങളെ ഉപദ്രവിച്ചവരോ ഈ ലോകത്തിൽ നിന്നും കടന്നുപോയിട്ടുണ്ട് എങ്കിൽ, മരണത്തിലൂടെ വേർപെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരെയും നീ കരുണയോടെ കാത്തുകൊള്ളണമേ. അവരുടെ തെറ്റുകൾ, പാപങ്ങൾ നീ ക്ഷമിച്ച് ഈ രാത്രിയിൽ അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ എല്ലാവരും സമാധാനത്തിൽ കഴിയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. എല്ലാ ഭയത്തിൽ നിന്നും പൂർണ്ണ വിമോചനം നൽകി മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ കിടന്നുറങ്ങാൻ സ്നേഹവാനായ പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച് ഈ രാത്രിയിൽ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും നീ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നീ സംപ്രീതനാവുകയും ചെയ്തതിനാൽ പിതാവായ ദൈവമേ, അങ്ങേക്ക് എല്ലാ മഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ തൻ്റെ മക്കളായ നമ്മെ ഒത്തിരി സ്നേഹത്തിലും വാത്സല്യത്തിലും കരുതലിലും സുഖമായ നിദ്ര നൽകി നമ്മോട് കൂടെയായിരുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും കർത്താവ് ഏറ്റെടുത്ത്
എല്ലാം നമുക്ക് അനുകൂലമായി, നമുക്ക് അനുഗ്രഹപ്രദമാക്കി മാറ്റട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.